ഞാൻ അഡ്വക്കേറ്റ് ലാലിലേക്ക് വരുമ്പോൾ, ലാൽ, ഞാൻ നേരത്തെ റോണിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹർജിക്കാരനെ പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കും വിധം കോടതി പരാമർശിക്കുമ്പോൾ തന്നെ CMRL ഇൽമനൈറ്റ് കിട്ടുന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ, കുറഞ്ഞ പ്രൈസിൽ. നേരത്തെ ലാൽ അത് പറഞ്ഞപ്പോൾ തലകുലുക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ഞാനതൊന്നും ദീർഘമായി പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ആ വിഷയം പറയുമ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട്, ദ ഓണറബിൾ ഹൈക്കോർട്ട് കൺഫേംഡ് ദ സെയിം ആസ് പെർ ജഡ്ജ്മെൻറ്റ് ഇൻ സുരേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ കേരള ഹൈക്കോടതി ഈ പറഞ്ഞ വിധത്തിൽ ഈ കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇൽമനൈറ്റ് ഇങ്ങനെ വളരെ സൗജന്യമായി കിട്ടുന്നു എന്ന മട്ടിലൊക്കെ പറഞ്ഞ പരാതിക്കാരൻ്റെ ആകുലതയ്ക്ക് വസ്തുത കൃത്യമായി കോടതി പറഞ്ഞപ്പോൾ അത് ഹൈക്കോടതി തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണെന്ന് ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞുവെന്ന് മാത്രം. ഞാൻ മൊത്തത്തിൽ ചോദിക്കാൻ വരുന്നത് ലാലിനോട്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ തലം വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്ന് വെച്ചാൽ ഇത് താങ്കൾ എന്താണ് കരുതുന്നത്? കോൺഗ്രസ് പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത് ഒക്കെ കാര്യമായി ചർച്ച ചെയ്ത് ഇത് ഈ നിലയിൽ നിയമപരമായി മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ നേട്ടമുണ്ടാകും എന്നവരെ നിയമപരമായി ധരിപ്പിച്ച് അതിൻ്റെ രാഷ്ട്രീയമായ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ഒരു 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 അസൈൻമെൻറ്റ് മാത്യു കുഴൽനാടൻ ഏറ്റെടുത്തതാണ് എന്ന് കരുതാമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ തോൽവിയുടെയും തിരിച്ചടിയുടെയും ഉത്തരവാദിത്വം VD സതീശനും കെ സുധാകരനും അടക്കമുള്ള നേതൃത്വം കൂടി ഏറ്റെടുക്കേണ്ടതല്ലേ? തീർച്ചയായും. നോക്കൂ, ഇവിടെ വന്ന ഒരു വാദം ലളിതാകുമാരി കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് ക്വിക്ക് വെരിഫിക്കേഷൻ എൻക്വയറി പോലെ നടക്കണം, ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കണം. നോക്കൂ, വഴി കൂടെ പോകുന്ന ഒരാൾ ചുമ്മാ ഒരു കംപ്ലയിൻ്റ് എടുത്തിക്കൊണ്ട് കൊടുത്താൽ അതിന് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. കംപ്ലയിൻറ്റിനൊരു മെറിറ്റ് ഉണ്ട്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ചുമ്മാ ഒരു അലിഗേഷൻ ഒരാൾ വെക്കുക, ആ അലിഗേഷൻ്റെ പുറകെ വിജിലൻസ് ഡയറക്ടർ പോവാ. അപ്പോൾ നാളെ രാവിലെ ഒരു ഭ്രാന്തൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് എഴുതി അയച്ചാൽ ഉടനെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ പോവാണോ? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ഇറ്റ്. അതാണ് കാര്യം. നിങ്ങളൊരു കംപ്ലയിൻറ്റിന് ഒരു മെറിറ്റ് ഉണ്ട്. അതാണ് ശരത്തേട്ടൻ പറഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. കേരള ഹൈക്കോടതി എന്തായാലും സുപ്രീം കോടതിക്ക് വിരുദ്ധമായ ഒരു കാര്യം പറയില്ലല്ലോ. പറയൂ. ഒരു കംപ്ലയിൻറ്റിനകത്ത് ഫാക്റ്റ് ഉണ്ടാകണം, അല്ലേ? ആ ഫാക്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് വിജിലൻസ് ഡയറക്ടറെ കിട്ടുമ്പോൾ അതിനകത്ത് ഫാക്റ്റ് ഇല്ല. ആ വിജിലൻസ് ഡയറക്ടറെ കിട്ടിയ കംപ്ലയിൻറ്റിനകത്ത് ഫാക്റ്റ് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതിന് കാര്യം എന്താ? വിജിലൻസ് കോടതിയിൽ ചെന്നപ്പോഴും ഫാക്റ്റ് ഇല്ല. ഉണ്ടോ? കോടതിയിൽ ഇത്രയും വലിയ വ്യവഹാരം നടന്നിട്ട് ആ കംപ്ലയിൻറ്റിനകത്ത് ഒന്നുമില്ലാത്തതുകൊണ്ടല്ലേ ഇന്ന് തള്ളിയത്. അപ്പോൾ ഫാക്റ്റ് ഇല്ലാത്ത മിയർ അലിഗേഷൻ മാത്രമായിട്ടുള്ളൊരു കാര്യത്തെ മുന്നോട്ടെടുക്കേണ്ട കാര്യമില്ല. അതിപ്പം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും എടുക്കണ്ട, കോടതിയും എടുക്കണ്ട. അത് കോടതി ഇന്നത് പറഞ്ഞതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജിലൻസ് ഡയറക്ടർ ചെയ്തത് ശരിയായി. എന്തിനാണ് ഈ പറയുന്ന ഒരാൾ ഒരു കംപ്ലയിൻ്റ് എഴുതി അയക്കുക? നാളെ രാവിലെ ഞാൻ മുഖ്യമന്ത്രിക്ക് മൈസൂരിൽ 50 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ മറ്റിടത്ത് കുറേ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു കംപ്ലയിൻ്റ് എഴുതി അങ്ങോട്ട് അയക്കുക. നാളെ മൈസൂരിലേക്ക് പോകാൻ പോകണം ഇവിടുന്ന് വിജിലൻസ്. സോ ദ സബ്സ്റ്റൻസ് ഇൻ ദ കംപ്ലയിൻറ്റ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് ടു തിങ്ക് ഓഫ്, അല്ലേ? അതിന് വലിയ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ല ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന ആൾക്ക് ഒരു ഗൗരവം വേണ്ടേ, അല്ലേ? മാത്യു പറഞ്ഞ കംപ്ലയിൻറ്റിനകത്ത് ഒരു ഗൗരവമില്ല. അത് മാത്രമല്ല, കോടതി പറഞ്ഞെന്താ, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ RC OC WC ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്നാ മാത്യുവിനൊരു താല്പര്യമില്ലാത്തേ? മൊത്തം പേരും പിടിക്കാന്നേ, അതിനെന്നാ മാത്യുവിന് താല്പര്യമില്ലാത്ത? അത് തന്നെയല്ലേ കോടതി ചോദിച്ചത്. പോട്ടെ, ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് വേറെ രീതി വെക്കാം. ഞാൻ ശരത്തേട്ടൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പക്ഷേ ഇത് പറഞ്ഞു പോകണം തന്നെ നിർബന്ധമുണ്ട്. OCക്ക് കിട്ടി, RCക്ക് കിട്ടിയല്ലോ. ഇവർ സമ്മതിച്ചിട്ട് കൊണ്ട് നമുക്ക് പൈസ കിട്ടി, പാർട്ടിക്ക് വേണ്ടി കിട്ടിയതാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് വിടട്ടെന്നേ. ഇവർ ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ സ്വകാര്യമായി ജീവിക്കുന്ന, ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ ആണല്ലോ. കിട്ടിയ അക്കൗണ്ടിലേക്ക് വിട്ടിയേക്കുന്ന ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് ജനങ്ങളുടെ മുന്നിൽ ഇവർ വെക്കുവോ? ഞാൻ പറഞ്ഞു വെക്കത്തില്ലെന്ന്. വെച്ചാൽ കളി മാറും. അപ്പം കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടേക്കുന്നവർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല. കാര്യം മാത്യുവിന് അതിനകത്ത് പ്രശ്നമില്ല. നിങ്ങൾ വ്യക്തമായി അതിനകത്ത് വാക്കുണ്ട്, PV പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ മേടിച്ചതാണ്. നിങ്ങൾ പൈസ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം ശരിയല്ലേ? എത്ര രൂപ വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചു, എപ്പോൾ വാങ്ങിച്ചു എന്നറിയാൻ ബാങ്കിന്റെ പാസ്ബുക്ക് ചുമ്മാ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പോരെ? കിട്ടത്തില്ലേ?
ആ ബാങ്കിന്റെ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടുകാരെ ഒന്ന് കാണിക്കുന്നേ. ഇവർ നല്ല മിടുക്കന്മാർ കേമന്മാരാണെങ്കിൽ നടക്കത്തില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ചോദ്യം, ഇത് കോൺഗ്രസ് എല്ലാവരോടും ആലോചിച്ചുകൊണ്ടിരുന്ന് മാത്രമേ ചെയ്തുള്ളൂ. അതിനെന്നാ സംശയം? അല്ല, മാത്യു മാത്രമായിട്ട് ചെയ്യണം. മാത്യുവിനെ മാത്രമായിട്ട് ഇതിനകത്ത് ആൾക്കാർക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. മാത്യു ലിറ്റിഗേഷന് തോറ്റുപോയാൽ അത് മാത്യുവിന്റെ തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. മാത്യു ഒരു ഫ്രണ്ടിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ലൈം ലൈറ്റിലേക്ക് വന്ന് മുഖ്യമന്ത്രി എതിർത്ത ഒരാളാണ്. കോൺഗ്രസ് ആണ് തോറ്റത്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുമോ? മാത്യുവിന്റെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ അദ്ദേഹം എതിർക്കുന്നു. പിന്നെ അദ്ദേഹം അതിന്റെ ഒരു ലീഡിംഗ് ഫേസായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്യു ഇതെല്ലാം ശരിയാണെന്ന്. അപ്പൊ ഇത് തോൽവി മാത്യുവിന്റെ തോൽവിയല്ല, ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ തോൽവിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തോൽവിയാണ്. രാഷ്ട്രീയ പാർട്ടി ഉയർത്തിവെച്ച ആശയത്തിന്റെ തോൽവിയാണ്. അവർ തോറ്റോണ്ടേയിരിക്കും കാര്യം. സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാര്യത്തിന്. അതില്ലാതെ ചുമ്മാ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വാദം തന്നെ നോക്ക്. കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വാദം മാത്യുവിന് പോലും ഇല്ലാത്ത വാദമാണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ആണോ ഇല്ലയോ? അതാണ് പ്രശ്നം. ശരി.